പ്രിയരെ, കങ്കുവയ്ക്ക് ശേഷം നടിപ്പിൻ നായകന്റെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു റെട്രോ. കാർത്തിക് സുബ്രാജിന്റെ കവചക്കൂട്ടിൽ പിറക്കുന്ന സിനിമ. സൂര്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ. ഒരു മനോഹരമായ തിയേറ്റർ എക്സ്പീരിയൻസ്. ഏകദേശം 10 വർഷമായി സൂര്യ നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട്. ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന പല നായകന്മാരും പിന്നീട് ഒരു ഹിറ്റ് പോലും തരാൻ പറ്റാതെ അവസ്ഥയിലേക്ക് മാറിയത് നമ്മൾ പലപ്പോഴേ കണ്ടതാണ്. ആ ചുഴിയിൽ പെട്ടുപോയ ഒരു താരം കൂടിയാണ് നമ്മുടെ സൂര്യ. നോക്കൂ, നമ്മൾക്ക് വേണ്ടി നിരന്തരം ഫ്ലോപ്പുകൾ സംസാരിച്ചാൽ അതിലൊരു സൈക്കോളജി അങ്ങ് വർക്ക് ചെയ്യും. പ്രേക്ഷകർ ഇനിയും ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ പ്രതീക്ഷയോടെ കണ്ടാലും ഒരു തരത്തിൽ കുറച്ചു പേരെങ്കിലും പറയും ഇത് അത്ര ശരിയായില്ലല്ലോ. അത്തരത്തിലൊരു പ്രവണത റെട്രോ സിനിമയിലും വർക്ക് ചെയ്തില്ലേ എന്ന് എനിക്ക് ചോദ്യമുണ്ട്. ഇനി അടുത്ത കാലത്ത് സൂര്യ ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പോഴും നസീർ മരിച്ചതുപോലും അറിയാത്ത കാലഘട്ടത്തിൽ ഇരിക്കുന്ന ശിവയെ പോലത്തെ ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തത്. അതുപോലൊരു തൊലിഞ്ഞ പടം എടുത്ത് വെച്ചിട്ട് അതിനെയൊക്കെ രാജമൗലി കൊണ്ടുവന്നവരെ പ്രൊമോഷൻ ചെയ്യിപ്പിച്ചതാണ് കഴിവ്. എന്തായാലും കങ്കോയിൽ കിടന്ന് അലറിയത് കൊണ്ടായിരിക്കണം ഈ സിനിമയിൽ അത്രയ്ക്ക് അലറാനുള്ള സ്പേസ് ഇല്ല. ആളിച്ചിരി സൈലന്റ് ആണ്. ഈ കാർത്തിക് സുബ്രാജ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ബ്രില്യൻ ഫിലിം മേക്കർ ആണ്. പക്ഷെ ആളൊരു അല്പം മടിയനാണോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പലപ്പോഴും വില്ലന്മാർക്ക് അത്ര അങ്ങോട്ട് ചങ്കൂറ്റം കൊടുക്കാറില്ല. ഹീറോയെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ട് വില്ലൻ വരുമ്പോൾ അങ്ങോട്ട് അത്രയ്ക്ക് എഴുതി വെക്കാൻ ഒരു മടി ഉള്ളതുപോലെ. പക്ഷെ പെരിയ താരങ്ങളെയൊക്കെ ഇരിക്കും കേട്ടോ കൊണ്ടുവരുന്നത്. എന്നാൽ റെട്രോ സിനിമയിൽ ഇത്തവണ പുതിയൊരു താരത്തെയാണ് എത്തിച്ചത്. കണ്ടാൽ ഏതാണ്ട് ആംഗിളിലൂടെയൊക്കെ നമ്മുടെ മഴയത്ത് വീണ മാധവനെ പോലെ ഇരിക്കും. പക്ഷെ ഒരു നിർഗുണ വില്ലനായി പോയി. വില്ലനെ വാക്കുകളിലൂടെ ലാർജ് സ്കെയിലിൽ കാണിച്ചിട്ട് പ്രവൃത്തിയിലൂടെ അശുവാക്കി കളഞ്ഞു. പുള്ളി തന്നെ സ്വയം പൊക്കി കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കിങ് ആവാനുള്ള കാരണം, നാട്ടുകാരെ പേടിക്കാനുള്ള കാരണം ഇതൊന്നും തന്നെ സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രം മോശമാണെന്ന് ഞാൻ പറയില്ല. എഴുത്തിലുള്ള പാളിച്ചയാണ്. അഭിനയിച്ച നായകനും വളരെ മനോഹരമായി തന്നെ അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ അദ്ദേഹം ആവറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറയില്ല, റോസ്റ്റ് ചെയ്യണമെന്ന മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ഈ പടം കണ്ടത്. പല റിവ്യൂ കണ്ടിട്ട് ഞാൻ കരുതി എന്നാ പിന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട, OTT വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്ന പടമാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഗാങ്സ്റ്റർ സിനിമയാണ് പടം ആരംഭിക്കുന്നത്. പിന്നീട് പ്ലോട്ടൊക്കെ അങ്ങ് തിരിഞ്ഞു മറിഞ്ഞ് മാറി അടിമപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ രാഷ്ട്രീയം പറഞ്ഞു പോയി നിന്നു. കാർത്തിക് സുബ്രാജിന് ഒരു രാഷ്ട്രീയമുണ്ട്. അത് അയാളുടെ സ്വതന്ത്രമാണ്. അത് അയാളുടെ സിനിമയിൽ അയാൾക്ക് കാണിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ജിഗർദന ഡബ്ലക്സിൽ പയറ്റിയ അതേ രാഷ്ട്രീയം വീണ്ടും അയാൾ ഇതിൽ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്നതാണ്. സോ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അതിന്റെ വഴി പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഒരേ പ്ലോട്ട് ലൈൻ 2 സിനിമയിൽ മാറ്റി എഴുതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ലല്ലോ. സൂര്യയുടെ കുട്ടിക്കാലം കാണിച്ചാണ് പടം തുടങ്ങുന്നത്. അനാഥനായ ഒരു കുട്ടിയാണ് സൂര്യ. എടുത്തു വളർത്തുന്നത് സ്വാസിക, ഫ്യൂഡൽ തന്തയായ ജോജുവും. പക്ഷേ ജോജുവിന് അത്ര ഇഷ്ടമല്ല കേട്ടോ സൂര്യനെ. റോഡിൽ കിടന്ന് കിട്ടിയ കൊച്ചിനെ സ്വന്തം കൊച്ചെ കാണാൻ മനസ്സില്ലാന്ന്. പക്ഷേ സ്വാസികയ്ക്ക് എടുത്തു വളർത്തിയതാണെങ്കിലും കുഞ്ഞു തന്റേതാണ്, പൊൻകുഞ്ഞാണ്. ഈ സിനിമയിൽ സൂര്യക്ക് ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ചിരിക്കാൻ പറ്റൂല. ചിരിക്കാൻ വേണ്ടി ചാർലി ചാപ്ലിനെ കൊണ്ടുവന്നാലും ചിരിക്കൂല. എന്തുകൊണ്ടാണ് സൂര്യ ചിരിക്കാതെന്നുള്ള കാരണം ഒക്കെ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാകും. ആ ചിരി ഇല്ലായ്മയിലും ചിരിയിലും ഉണ്ട് രാഷ്ട്രീയം. അതായത് ആക്ച്വലി സ്വാസികയും സൂര്യയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യനും ജോജുവും ഒക്കെ വളരെ മനോഹരമായി തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-14 വയസ്സ് പ്രായം വരുന്ന സൂര്യയുടെ ബാല്യം അഭിനയിക്കുന്ന ഒരു പയ്യൻ ഒരു ട്രെയിനിനകത്ത് വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് സൂര്യക്ക് ചിരിക്കാൻ മാത്രമല്ല എപ്പോഴും കോപമാണ്. ഒരു മുൻചുണ്ടി ഉള്ളവരാണ് സൂര്യ കൊച്ചിൽ. അതിനാൽ തന്നെ സ്വാസിക സൂര്യയുടെ അവന്റെ ആങ്കർ ചാനൽ ചെയ്യാനായിട്ട് കരോട്ട് പിടിപ്പിക്കാൻ വിടും. അത് കാരണം മാർഷൽ ആർട്സിൽ പ്രാഗൽഭ്യം നേടിയവനാണല്ലോ സൂര്യ. അതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ തന്നെ ട്രെയിനിനകത്ത് വെച്ച് 10 മുതുക്കന്മാരെ ഇടിച്ചിടുന്നുണ്ട്. ആക്ച്വലി അത് നമ്മൾ ലോജിക്കലി അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ലോജിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ 14 വയസ്സുള്ള ഒരു പയ്യൻ ഒരിക്കലും ഇത്ര പേര് ട്രെയിനകത്ത് വെച്ച് കറങ്ങി തിരിച്ചിടാൻ പറ്റില്ല. ഈ വെയിറ്റ് കാറ്റഗറിയൊക്കെ ഫൈറ്റിംഗിൽ വെച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ടല്ലോ. എനിവേ ബട്ട് ദ ഫൈറ്റ് വാസ് ഗുഡ്. ആ പയ്യനും അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ പടത്തിന് ആത്യന്തികമായി കണ്ടില്ല, ഒരു കോമിക് ലെവലിലാണ് കാണുന്നതെങ്കിൽ ഈ പടം നമുക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലെ മ്യൂസിക് ആൻഡ് BGM, സിനിമാറ്റോഗ്രാഫി, ക്യാമറ, ആർട്ട്, ഫ്രെയിംസ്, കോസ്റ്റ്യൂംസ് എല്ലാം അതിമനോഹരമാണ്. ഈവൻ സിനിമയിൽ ഡാൻസ് കൊറിയോഗ്രാഫിയും കളർ ഗ്രേഡിംഗും വരെ അതിമനോഹരമാണ്. പക്ഷേ ഈ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വെളുത്ത് തൊടുത്തിരിക്കുന്ന നായികയെ ഒരു സാധാരണക്കാരിയാക്കാൻ, പൂജ ഹെഡ്ജിയുടെ നിറം ടോൺ ഡൗൺ ചെയ്യാൻ 10 ഫേഷ്യൽ ഒരുമിച്ച് ചെയ്ത് വന്നിട്ട് വെയിലത്ത് പിടിച്ച് നിർത്തിയ പോലുണ്ട്. അതായത് അതങ്ങനെ കൺവിൻസിംഗ് ആയ ഒരു നിറമായി തോന്നിയില്ല. മേക്കപ്പ് ഇട്ട പോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സൂര്യയുടെ താടിയും മുടിയും വളർത്തിയ ഒരു സീനുണ്ട്. അത് കണ്ടത് ഇതുപോലെ ഇരിക്കും. അതായത് ഒരു കുരുടൻ കണ്ടാൽ പോലും പറയാം അത് വിഗാണെന്ന്. ഇനി കാർത്തിക് സുബ്രാജിന്റെ സിനിമയിൽ വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോ ആണ് റെട്രോ സിനിമയിലേതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പോരാത്തിന് സൂര്യയുടെ വൺ ഓഫ് ദ സ്റ്റൈലിഷ് ആൻഡ് ബെസ്റ്റ് ക്യാരക്ടറിൽ ഒരെണ്ണം കൂടിയാണിത്. ഇതിൽ മനോഹരമായ BGM ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇമോഷനുള്ള BGM ഒക്കെ വളരെ നല്ലതായിരുന്നു. കണ്ണു നനയിപ്പിക്കും ചിലപ്പോ. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ റീൽസിൽ വരെ വൈറലായതാണല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ സിനിമകളിലും നമ്മൾ പണ്ട് മുതലേ കണ്ടുപിടുത്ത ഒരു സാധനമുണ്ട്. വാളിയായ ഒരു വ്യാളി നായകൻ പ്രണയം മൂലമോ ഭാര്യ മൂലമോ കാമുകി മൂലമോ നന്നാവാൻ ശ്രമിക്കുന്ന ഒരു കഥ. അതാണ് ഇതിലെ നായകനും നായികയും തമ്മിലുള്ള കഥ. കണ്ട് വെറുത്തൊരു കഥ. ഈ പടത്തിൽ നായകൻ സൂര്യയെങ്കിൽ വില്ലൻ ജോജു. സ്വന്തം തന്തയാണല്ലോ വില്ലൻ. കാരണം സ്വന്തം തന്തര വലങ്കയായിരുന്നു സൂര്യ. പെണ്ണ് കിട്ടിയത് കൂടി അയാളെ നന്നാവാങ്ങ് തീരുമാനിക്കും. അത് ജോജുവിന് ഇഷ്ടപ്പെടൂല. ആ ദേശത്തിൽ കല്യാണ ദിവസം തന്നെ കയറി പൂജ ഹെഡ്ജിനെ വധിക്കാൻ നോക്കും. സൂര്യ കൊണ്ട് വെറുതെ ഇവിടുന്ന് വെട്ടേറിയും കൈ. ജോജുവിന് മാത്രമല്ല കൂടെ ഉള്ളവരെ എല്ലാത്തിനും ഇടിച്ച് റെഡിയാക്കും. വയലന്റായ സൂര്യ കത്തിയെടുത്ത മരണം
കാരണം ഇനി ഇക്കാരണം കൊണ്ട് വീണ്ടും വയലൻസിൽ കൈവെക്കേണ്ടി വന്ന നായികയ്ക്ക് വേണ്ടെന്ന് പറയും. നായികനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴാണല്ലോ നായകൻ അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കി പ്രശ്നം മൊത്തം കാണിച്ചത്. പക്ഷെ അത് എത്ര പറഞ്ഞാലും അവർക്ക് കൺവിൻസ് ആവൂല, ഒരു മണ്ടത്തി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു ബുദ്ധിയില്ലാത്ത നായികയാണ് ഇതിലെ നായികയുടെ കഥാപാത്രം. അവളെ രക്ഷിക്കാൻ വേണ്ടി നായകൻ ഇത്രയും പേരെ തല്ലി ചതച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുമേ അവൻ കത്തിയെടുത്തു അല്ലെങ്കിൽ വയലൻസ് ചൂസ് ചെയ്തു പറഞ്ഞ് അവനെ വേണ്ടെന്ന് പറഞ്ഞു പോകും. ഇമാതിരി പെണ്ണുങ്ങളെ പ്രയോഗപ്പണം എവനാണോ അടിക്കും കിഴങ്ങ. ഇനി ഇപ്പൊ മാത്രമാണോ അത് നായിക ഉടനീളം ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സിനിമയിൽ മുഴുവനും കാണിക്കുന്നത്. ഇനി ജയിലിൽ കിടന്ന സൂര്യ എന്തായാലും ജയിൽ ചാടുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ വിഷയമൊക്കെ കഴിഞ്ഞ് സൂര്യ ജയിലിനകത്താവും. നായിക പിണങ്ങി എവിടെയോ പോകും. 5 വർഷത്തെ കഴിഞ്ഞ കാത്തിരിപ്പിന് ശേഷം സൂര്യ ഒടുവിൽ നായികയെ കണ്ടെത്തും. ആ ഒരൊറ്റ കാരണം കൊണ്ട് സൂര്യ ജയിൽ ചാടും. ഇതൊക്കെയാണ് ചില സമയങ്ങളിൽ സിനിമയെ വെറും ബാലിശമാക്കി കളഞ്ഞത്. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ക്രിഞ്ച് അടിച്ചതും ഇവിടെയൊക്കെ ആയിരിക്കാം. ചില സമയങ്ങളിൽ നല്ല ഹൈപ്പ് കയറി വന്ന് നല്ല എക്സ്പീരിയൻസ് തന്ന സിനിമ പല സ്ഥലങ്ങളിലും താഴ്ന്നും പൊങ്ങിയൊക്കെയാണ് പോയത്. ഓട്ടെ, അതൊക്കെ ഒരു പടത്തിന്റെ ഭാഗമായി നമുക്ക് കാണാം. പക്ഷെ ഇത് ഒരിക്കലും ഒരു തരത്തിലും ചില ദൈവങ്ങൾ പറഞ്ഞതുപോലെ അതിമോശമായ ഒരു സിനിമയല്ല. പല ഭാഗങ്ങളും അവർ പറഞ്ഞതുപോലെ മോശവുമല്ല. പിന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു മാർക്കറ്റിലേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ മാസ് ഓഡിയൻസ് അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് വിജയിച്ചില്ല എന്നാണ് അർത്ഥം. അല്ലേ സുഹൃത്തുക്കളെ? അത് ശരിയല്ലേ? അതാണ് ഇവിടെ റെട്രോ സിനിമയ്ക്കും സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും തിയേറ്ററിൽ ഈ പടം പരാജയപ്പെട്ടതും പിന്നീട് OTT-ൽ വന്നപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടതും. ഇതുപോലെയുള്ള എത്ര സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു ഇതിന് മുന്നേയും. പിന്നെ സൂര്യയുടെ ഒരു സിനിമയ്ക്കെതിരെ ആരും റിവ്യൂ ബോംബിംഗ് നടത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പേരും. പിന്നെ പടത്തിലെ ജയറാം പലരും കളിയാക്കിയത് പോലെ എനിക്ക് അത്ര വലിയ മോശമായി എന്നും ഈ പടത്തിൽ ജയറാമിന്റെ ക്യാരക്ടറിന് തോന്നിയില്ല. പക്ഷെ നമ്മൾ ട്രോളുകളിലും റീലുകളിലും മാത്രമായി ഈ ഒരൊറ്റ സീൻ കണ്ടാൽ ഇയാളിത് എന്ത് വളിപ്പാണ് കാണിച്ചു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നിപ്പോകും. ജയറാം മഠനെ നമ്മൾ പണ്ടത്തെ സന്തോഷ് പണ്ഡിറ്റ് ഏട്ടന്റെ ഒരു ലെവലിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് അയാൾ ഉണ്ടാക്കിയ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ ഒരു സമയത്ത്. അയാൾ എന്ത് ചെയ്താലും ആൾക്കാർ അയാളെ വെറുത്തുകൊണ്ടിരുന്ന ഒരു സമയമില്ലേ? അതുപോലെ ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ജയറാം ഏട്ടൻ അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ അയാളിലെ നടൻ ഇപ്പോഴും എവിടെയും പോയിട്ടില്ല. പല ഇമോഷൻസും മാറി വരുന്ന ഒരു സീനൊക്കെ അദ്ദേഹം വളരെ നിഷ്പ്രയാസം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ നല്ലതിനെ കണ്ടാൽ നല്ലതെന്ന് പറയണമല്ലോ, എല്ലാത്തിനും മോശമായി മാത്രം കാണരുത്. ഒരു വ്യക്തിക്ക് മാറാനുള്ള അവസരം കൂടി കൊടുക്കൂ. ഇനി ഇതിൽ പ്രകാശ് രാജ് ഉണ്ട്, ഇയാളുണ്ട്. പ്രകാശ് രാജിന് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ജോർജ് ജോർജിന് ഇതിനകത്തൊരു ഇൻഫിനിറ്റി കോൺസെപ്റ്റ് കൊണ്ട് കേട്ടോ, തേനോസിനെ പോലെ. ഈ പടം ഏകദേശം ഒരു മിഡ് ലെവൽ എത്തുമ്പോൾ ടോട്ടലി സ്വഭാവം മാറുന്നുണ്ട്. ലവ് ട്രോക്കിലൂടെയൊക്കെ പോയി ലോക്കൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് വരെ കാണിക്കുന്നുണ്ട് പടത്തിൽ. ഇവിടെയാണ് പടത്തിലെ മെയിൻ വില്ലൻ വരുന്നത്. പുതുമുഖമായതുകൊണ്ടായിരിക്കണം, പുതുമോന്തയിൽ പുതുമോടിയിൽ ഇയാളെ ആൾക്കാർക്ക് അത്ര കൺവിൻസ് ആയില്ല എന്ന് തോന്നുന്നു. കൂടുതൽ വിമർശനങ്ങളും ഇയാളുടെ ക്യാരക്ടറിനെ പറ്റി ആയിരുന്നു സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞതും. പിന്നീട് എഴുത്തിലെ പ്രശ്നങ്ങളും ഒരു വിനയാണ്. കാരണം വില്ലനെ വളരെ ഹൈപ്പോട് കൂടി കാണിച്ചിട്ട് വില്ലന്റെ വില്ലത്തരങ്ങൾ അത്രയും സിനിമയിൽ കാണുന്നില്ല. അവസാനം വില്ലൻ അശുവായി പോകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം വളരെ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും മനോഹരമായ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി. വാ പൊളിച്ച് കിങ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പുള്ളി അതിന് വേണ്ടി എന്ത് തൊലിയാണ് ചെയ്തതെന്ന് പടത്തിൽ കാണിക്കുന്നില്ല. ഇയാളുടെ ബ്രൂട്ടാലിറ്റിയും സൈക്കിക് തരങ്ങളൊക്കെ സിനിമയിൽ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ്. പക്ഷേ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ സൂര്യയുടെ കണ്ണാടിക്ക് മുന്നിലുള്ള ചിരി അങ്ങ് പാളിപ്പോയി എന്ന് ചിലർ പറയുന്നത് കേട്ടു. നോക്കൂ, സൂര്യയുടെ പൊട്ടൻഷ്യൽ ഇതല്ല, അത് ശരിയാണ്. പക്ഷെ അത് എവിടെയാണ് പാളിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്ന പ്രേക്ഷകനെ ഇറ്റ് വാസ് ഇനഫ്. പിന്നെ ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞവരുണ്ടല്ലോ. ബാത്റൂമിൽ കയറുമ്പോൾ ബക്കറ്റ് വെള്ളത്തിലെങ്കിലും മോന്തയൊന്ന് കോഷ്ടി കാണിച്ച് നോക്കുക, അപ്പൊ അറിയാം ഇതിന്റെയൊക്കെ പാട്. ഇനിയാണ് പടം കൾട്ടിലേക്ക് മാറുന്നത്. ഇത് പല ലെയറുകളുള്ള ഒരു സിനിമയാണ് കേട്ടോ. സമൂസയൊക്കെ മടക്കും പോലെ ത്രികോണത്തിൽ പല ലെയർ ആയിട്ടാണ് ഈ പടം പോകുന്നത്. ഈ സൂര്യയുടെ വയറിൽ ഒരു പാടുണ്ട്, ഒരു വേലിന്റെ പാട്. സൂര്യയുടെ പേരും അതാണ്, പാരിവേൽ. സൂര്യ തന്റെ കാമുകയെ കണ്ടെത്താൻ വേണ്ടി വന്നെത്തുന്നത് ആൻഡമാനിലെ ഒരു ദ്വീപിലാണ്. ആ ദ്വീപിലെ താമസക്കാരൻ സൂര്യയെ പോലെ ചിരിക്കാറില്ല. ആ ദ്വീപിലെ വാസികളുടെ ദ വൺ ആണ് സൂര്യ. ആക്ച്വലി ദ വൺ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇവിടെ താമസിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരെ ഫ്യൂഡൽ ലോഡുകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ദ വൺ ആണ് സൂര്യ. സൂര്യ ആക്ച്വലി ഈ ട്രൈബിലുള്ളവനാണ്. സൂര്യ ഇവിടുന്ന് കടത്തപ്പെട്ടവൻ. വയറിലെ ചിഹ്നവുമായി ജനിക്കുന്ന ആൾ ഈ നാട്ടിലെ പരമോന്നത പന്ന ചെറ്റയായ ഇവനെ കൊന്നു തള്ളുമെന്നും അധികാരം തിരിച്ചു പിടിക്കുമെന്നും അമ്പലം തുറക്കുമെന്നും ഒക്കെ അരുൾ ചെയ്തിട്ടുണ്ട് ആരോ. അതിനാൽ വയറിലെ അടയാളവുമായി ജനിച്ച സൂര്യ ഇവിടുന്ന് കടത്തപ്പെട്ടതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഡെസ്റ്റിനിലേക്ക് തിരിച്ചെത്തുന്ന സൂര്യ തന്റെ അച്ഛനെയും അമ്മയും ഇവിടെ വെച്ച് കണ്ടെത്തുന്നുണ്ട്. ഇനി അവിടെയാണ് പ്രേക്ഷകർക്ക് വന്ന അടുത്ത പ്രശ്നം. ഇതിലെ സൂര്യയുടെ അമ്മ. മലയാളത്തിൽ ഇവരെ നമ്മൾ കാണാറുണ്ടല്ലോ. ഇവരുടെ ഒരു ചിരിയുണ്ട് ഈ സിനിമയിൽ. ഇവരെ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ചിരി. ക്ലൈമാക്സിലെ ആ അട്ടഹാസ പുഞ്ചിരി പ്രേക്ഷകർ നോക്കിയുള്ള കൊഞ്ഞനം കുത്തലായി പോയി എന്നാണ് പലരും പറഞ്ഞത്. ആ ചിരി ആർക്കും അത്ര ഇഷ്ടമായില്ല അത്രേ. ശരിക്കും എനിക്ക് ഇവരുടെ കാസ്റ്റിംഗ് അത്ര ഇഷ്ടപ്പെട്ടില്ല, കൺവിൻസ് ആയതുമില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇവർ ചിരിച്ച ചിരി ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ നമ്മൾ ആ സിനിമ ലയിച്ചിരുന്ന് കാണുകയാണെങ്കിൽ, ആ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ആ സിനിമയ്ക്ക് അകത്തിരുന്നാണ് അതിൽ ആഴ്ന്നിരുന്നാണ് കണ്ടതെങ്കിൽ, അവിടെ നടന്ന ആ കൂട്ടച്ചിരിയുടെ അർത്ഥം നിങ്ങൾ കൃത്യമായി മനസ്സിലായിരിക്കണം. ഒരിക്കലും ചിരിക്കാത്ത ഒരു ആൾക്കൂട്ടം, അടിച്ചമർത്തപ്പെട്ട ആൾക്കൂട്ടം, അവരെ അടിമയാക്കി വെച്ചിരുന്നവർ അവർക്കെതിരെ നിൽക്കുമ്പോൾ, അവരുടെ പൊട്ടിച്ചിരിയിൽ, അവരുടെ വിജയത്തിൽ അവരെ നോക്കി ഭയക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ, അവരുടെ സന്തോഷവും ആഹ്ലാദവും ഫ്രീഡവും അവർ ചിരിയിൽ നിന്ന് അട്ടഹാസ ചിരിയിലേക്ക് മാറി വരുന്നത് എനിക്ക് പേഴ്സണലി കൺവിൻസ് ആയി. അതിലൊരു അധികാരത്തിന്റെ പവറിന്റെ ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളപ്പോഴും എവിടെയൊക്കെയോ പാളിപ്പോയ സിനിമയാണ് റെട്രോ. നോക്കൂ സുഹൃത്തുക്കളെ, റെട്രോ ഈസ് നോട്ട് എ ബാഡ് മൂവി, ബട്ട് എ ഗുഡ് മൂവി. ഇറ്റ് ഈസ് എ ഡീസന്റ് വാച്ച്. ഇതൊരു മോശം സിനിമയെ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല. പല റിവ്യൂസും പറഞ്ഞതും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിനെ മാസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. വരട്ടെ. Thanks.
Love you.